ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ് വിത്ത് മീ അൻഷ. ഇന്ന് നമുക്ക് ഡൈ കട്ട് സ്റ്റിക്കേഴ്സിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ എൻ്റെ മെയ്ഡ് വിത്ത് ലവിൻ്റെ കാർഡും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ കാർഡും താങ്ക് യു കാർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളുടെ ഡൈ കട്ട് സ്റ്റിക്കേഴ്സൊക്കെ സെറ്റ് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രിൻ്റ് ചെയ്ത ഡൈ കട്ട് സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് പാക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കും ഇതുപോലുള്ള ഡൈ കട്ട് സ്റ്റിക്കേഴ്സൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് ഓർ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇതൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നത് 230 GSM ഫോട്ടോ പേപ്പറിലാണ്. അപ്പോൾ കട്ട് ചെയ്തതൊക്കെ ഞാനൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് പാക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.